സംസ്ഥാനത്ത് വീണ്ടും പാമ്പുകടിയേറ്റ് മരണം എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. കുട്ടനാട് വൈശംഭാഗത്ത് പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചിരിക്കുന്നു. വൈശംഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് മൂർഖന്റെ കടിയേറ്റത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഇത്തരത്തിൽ പാമ്പ് കടിച്ചുള്ള മരണം അത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിക്കുകയാണല്ലോ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഇന്ദിര വീടിനോട് ചേർന്നുള്ള ശുചിമുറിയുടെ അങ്ങോട്ട് പോയ സമയത്താണ് മൂർഖൻ പാമ്പിന്റെ കടിയാണ് ഏറ്റത്. നാട്ടുകാർ ഉടൻ തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഏകദേശം വൈശം ഭാഗത്ത് നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് 5-6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടേക്ക് എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ രാത്രി 9:30 അതായത് ഏകദേശം 2 മണിക്കൂർ മുൻപാണ് മരണം സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഞ്ജീവനം നൽകി. വണ്ടാനം മെഡിക്കൽ കോളേജിലടക്കം എല്ലാ പാമ്പുകൾക്കുമുള്ള പാമ്പിന്റെയും കടിച്ചാലും കൊടുക്കാനുള്ള ആന്റിവനമുള്ള സൗകര്യമുള്ള ആശുപത്രിയാണ്. അവിടെ ആന്റിവനം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യഥാസമയത്ത് തന്നെ 5 മണിക്ക് കടിയേറ്റു. ഏകദേശം 6 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചു. 6 മണിക്ക് മുൻപേ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം ആന്റിവൻ ഏതാണ് പാമ്പ്, അതായത് കടിച്ച പാമ്പിനെ തിരിച്ചറിയാൻ ഇന്ദിരയ്ക്കായിട്ടുണ്ട്. അവിടെ വെച്ച് മൂർഖൻ പാമ്പാണ് കടിച്ചതെന്ന് ബന്ധുക്കളും ഇന്ദിരയുടെ കൂടെ എത്തിയ ആളുകളും പറഞ്ഞു. പക്ഷെ ആശുപത്രിയിൽ എത്തിയ ശേഷം ബോധരഹിതയാവുകയായിരുന്നു. പിന്നീട് ആന്റിവനം കൊടുത്തെങ്കിലും അതിന്റെ ഇത് വന്നില്ല, അതായത് മരണം സംഭവിക്കുകയായിരുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വൈശം ഭാഗത്താണ് ഇവരുടെ വീട്. പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യയാണ്. 65 വയസ്സ് മാത്രമാണ് പ്രായം. ഇന്നലെയാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. ഇന്നലെ കായംകുളത്താണ് 42 വയസ്സുള്ള യുവതി പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഏത് പാമ്പാണെന്ന് കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ മരണമുണ്ടായത് പാമ്പ് കടിച്ചെന്ന് ഉറപ്പാണ്. ഇപ്പോൾ കുട്ടനാട് ഭാഗങ്ങളിൽ ഈ മൂർഖൻ പാമ്പിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ചൂട് കൂടിയ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2ാം കൃഷിയുടെ വിളവെടുപ്പ് അടക്കം കഴിഞ്ഞ സമയത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളാണ്. അവിടെയൊക്കെ തന്നെ മൂർഖൻ പാമ്പിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ പാമ്പ് കടി ഏറ്റിരിക്കുന്നത് വീട്ടുവളപ്പിൽ വെച്ച് തന്നെയാണ്. വീടിന്റെ കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെ ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് വൈകിട്ട് 5 മണിക്ക് പാമ്പ് കടി ഏറ്റത്. ഉടൻ പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഏറ്റവും അടുത്ത ആശുപത്രിയാണ്. അവിടേക്ക് എത്തിച്ചു. ആന്റിവനം കൊടുത്തു. ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ആന്റിവനം കൊടുത്തു. പക്ഷേ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ദിരയ്ക്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകേണ്ട വിഷയമാണ്. കാരണം ഈ ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്ന ആളുകൾക്ക് ഹൃദയസ്തംഭനം അല്ലാതെയുള്ള മറ്റ് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആന്റിവനം കൊടുത്തത് അത് എത്രത്തോളം ശരീരത്തിന് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ യഥാസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നും ആന്റിവനം നൽകാൻ കഴിഞ്ഞുവെന്നാണ് ആശുപത്രി പറഞ്ഞത്. ഇതുവരെയും ഈ ഇന്ദിരയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിൽ പരാതിയില്ല. നേരത്തെ ചിറയൻകീഴിലെയും കായംകുളത്തെ സംഭവങ്ങളിൽ ബന്ധുക്കൾക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് ആന്റിവനം നൽകാൻ സാധിച്ചില്ലായിരുന്നു. ഒപ്പം തന്നെ പാമ്പ് കടിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ വിമർശനം, പ്രാഥമിക നടപടികളടക്കം വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള ആക്ഷേപം ബന്ധുക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിലവിൽ അത്തരത്തിലുള്ള പരാതികളില്ല. വരുന്ന മണിക്കൂറുകളിൽ എന്താണ് ബന്ധുക്കൾക്ക് പറയാനുള്ളത് എന്നുള്ള ആശുപത്രിയുടെ വിശദീകരണം ഇതാണ്. കൃത്യസമയത്ത് എത്തിച്ചു. യഥാസമയത്ത് സംസ്ഥാനത്ത് ഒരു പാമ്പുകടി മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വൈശ്യം ഭാഗത്ത്, കുട്ടനാട് വൈശ്യം ഭാഗത്ത് പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. ചികിത്സ കൃത്യസമയത്ത് നൽകിയെന്നാണ് മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.